ഏയ് കല്ലടിച്ച് പൊട്ടിയതാ. പൊട്ടി ഇത് പഞ്ചറായത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ച് ദൂരം പോകും നിൽക്കണം. അവിടെ നിന്ന് തള്ളിയത് പൊന്തൂല. ഇവിടെ വന്ന് കൂടി തന്നാൽ ചിലപ്പോ പൊന്തും. ഹായ് ഗേസ്, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ആസ്വദിച്ച് ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മളെ കാറ് ലാലേട്ടനെ പോലെ അല്പം ചെരിഞ്ഞിങ്ങനെ നിൽക്കണം. അപ്പോൾ ഒന്ന് അടുത്ത് പോയി ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ കാറിന് നല്ല പണി കിട്ടി ഗേസ്. ഇത് പഞ്ചറായിക്കണം. ശരിക്കും ഇത് പഞ്ചറൊന്നല്ല, കല്ലടിച്ച് പൊട്ടിയതാണ് കേസ്. ഇവിടെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് മനസ്സിലാണ്. ഇവിടെ ആണെങ്കിൽ നല്ല ഒടുക്കത്തെ തണുപ്പുമാണ്. ഈ തണുപ്പത്ത് ഞാനിത് എങ്ങനെ ഇരുന്ന് മാറ്റും എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആരുമില്ല സഹായത്തിന്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതേപോലെ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പണി കിട്ടുന്നത്. ഇവിടെ തൊട്ടടുത്തൊന്നും ടയർ ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ രണ്ടാളും മാത്രം ഉള്ളായിരുന്നു. ചുറ്റും ഒരു പട്ടിക്കുഞ്ഞോ ഈച്ചക്കുഞ്ഞോ പോലും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ അധ്വാനിച്ച ശീലമൊന്നുമില്ല. രാവിലെ നിന്ന് ദോശ മുഴുവൻ വെള്ളത്തിലാവുക. എവിടെ വെക്കുക? കുറച്ച് പണിയാ മോളെ. ഇതൊന്നും ആവണില്ല. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ടൈറ്റ് ആക്കുന്ന സമയത്ത് മെഷീൻ വെച്ചിട്ട് ഒരു ടൈറ്റ് ആക്കി തരണോണ്ട് തന്നെ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഞാനതെല്ലാം ഊരിയെടുത്തു. ഇങ്ങനൊക്കെ ഉണ്ടല്ലേ. കണ്ണും ചെറിയും പോകും ചിലപ്പം ചാടനോട് കൂടി. ഒരു കസാല ടെറ്റടി ഇരിക്കാന്. പഞ്ചറായ ഞമ്മക്ക് നല്ല പണിയാണ്. സ്റ്റെപ്പിൽക്ക് നല്ല സുഖമാണ് കേട്ടോ. സ്റ്റെപ്പിലുമ്പോ ഇങ്ങനെ ഇരുന്നാ മതി, നല്ല സുഖാണ്. എന്താലേ ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടി. ഈ ഒരു സ്ഥലം ഏതാണെന്ന് മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടോളിട്ടോ. എത്ര പേർക്ക് അറിയാൻ നോക്കാലോ. ഈ വണ്ടി പൊക്കണോ? ആ, വർക്ക്ഷോപ്പ് നിന്റെ മസിലോക്കാ പൊന്തണ്. നിങ്ങൾക്ക് കഴിയേ, നിങ്ങൾക്ക് സകല കലാവല്ലഭനാണ്. അവിടെ നിന്ന് തള്ളിയത് പൊന്തൂല. ഇവിടെ വന്ന് കൂടി തന്നാൽ ചിലപ്പോ പൊന്തും. ഇതൊക്കെ പിന്നെ യാത്രയിൽ പറഞ്ഞതാണ്, അല്ല പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വെറുതെ പറയണതാണ് കേട്ടോ. ശരിക്കും യാത്രന്റെ ഇടയിൽ ഇങ്ങനത്തെ പണി കിട്ടുന്നത് നമ്മളെ എല്ലാ മൂടും കളയാനുള്ള ഒരു അവസരമാണ്. ഇതെന്താ സംഭവം? എന്താ ഇങ്ങനെ തിരിച്ചാണോ? ഞാൻ തിരിച്ചാണോ? ഇത് തിരിച്ചൊക്കെ ചെയ്യും, പക്ഷെ ഇത് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്യം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി എത്ര ഉള്ളൂ. അപ്പൊ ഇത്ര പൊന്തിച്ചാ പോരെ? ഈ ടയർ ഊരാൻ ഇത്ര പൊന്തിച്ചാൽ മതി. ആ ടയർ കൊടുക്കാൻ കുറച്ചുകൂടി മുന്നേ. ഇതിനല്ലേ ആരോഗ്യം വേണ്ട തിരിച്ചാന്. ഇത് നൈസായിട്ട് ഇങ്ങനെ വട്ടം കറക്കാറുള്ളൂ. ഞാൻ വട്ടം കറക്കി പറഞ്ഞാ മതി എത്ര അളവ് വരെയാണ് കഴിഞ്ഞേ. ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ പണിയാണത്. എന്തോ രസം കാണാന്. അത് നമുക്ക് യാത്രയിൽ ഇതൊക്കെ പറഞ്ഞതാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. മനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എക്സ്പീരിയൻസ് ചെയ്യാൻ മുഴുവൻ ഞാനാണെന്നോ. ഞാൻ നിങ്ങളൊന്ന് സമാധാനം കൂളാക്കാൻ വേണ്ടി പറയുമ്പോ നിങ്ങൾ ഇന്നെ ഊക്കുക. എന്റെ ജീവിതം ഇനിയും ബാക്കി ഊക്കുവാങ്ങ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് സെൽഫ് കൺട്രോൾ ആണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് സെൽഫ് കൺട്രോൾ ഒന്നുമല്ല, ഇത് പിരിവെട്ടി കുത്തിർക്കാണ് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു. നിന്നോ കഴിഞ്ഞു അത്രയുള്ള പണി. വണ്ടിക്ക് വെക്ക, അത്രയുള്ള പണി. തിന്ന ദോശയൊക്കെ ദഹിച്ചു. നിങ്ങൾക്കൊരു ബിരിയാണി വാങ്ങി തരുമോ? വാങ്ങിത്തരാം, പക്ഷെ കഴിക്കണം. ഇവിടുത്തെ ബിരിയാണി നാട്ടിലത്തെ ബിരിയാണി കൊന്നാ ഞാൻ തിന്നൂല. ഞാൻ കഴിക്കും. ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടു കേട്ടോ. അപ്പം ഇത്രയൊക്കെത്തിനുള്ള നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞോളി. പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ.